ഏകദേശം ഒരു 10 മണിയൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയം. മുളങ്കുന്നത്തുകാവ് എന്നൊരു സ്ഥലം ഞാൻ എത്തിയപ്പോൾ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ വണ്ടി ഒരു വളവ് തിരിഞ്ഞ്, മെയിൻ റോഡ് തന്നെയാണ്, വളവ് തിരിഞ്ഞ് ഒരു വീടിൻ്റെ മതിലിൽ ചെന്ന് ഇടിക്കുകയാണ്. ഇടിക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ ഞെട്ടി ഉണരുകയാണ്. ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിലുള്ള കുറേ ആളുകൾ കരഞ്ഞുകൊണ്ട് ഒച്ച വെച്ച് പുറത്തേക്ക് വരികയാണ്. കാരണം എന്തോ വലിയൊരു അപകടം സംഭവിച്ചെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും വന്ന് പുറത്തേക്ക് വരുന്നു. ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ വണ്ടി ജാമായിരിക്കുകയാണ്. പക്ഷേ എനിക്ക് എന്തൊക്കെ നമുക്ക് ചിലപ്പോൾ വലിയൊരു ഇടി സംഭവിച്ചു കഴിയുമ്പോൾ തരിപ്പ് അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ പെയിനൊന്നും നമ്മൾ അറിയില്ല. പെട്ടെന്ന് മൊത്തം മരവിച്ചു പോവും ശരീരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്നും അറിയാനിട്ടാണോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക്. പക്ഷെ ഞാൻ മെല്ലെ കാലൊക്കെ ഒന്ന് അനക്കി നോക്കി, എൻ്റെ കൈ ഒക്കെ ഒന്ന് അനക്കി നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നെറ്റിയൊക്കെ തടവി നോക്കി, അങ്ങനെ ബ്ലഡോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മെല്ലെ ഡോറ് തുറന്നപ്പോൾ ഡോറ് കൂളായിട്ട് തുറന്നു. അങ്ങനെ പുറത്തിറങ്ങി ഞാൻ നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല, ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. ഞാൻ പുറത്ത് വന്ന് വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന എത്ര പേരാണോ അവർ മുഴുവൻ മരിച്ചു പോയിട്ടുണ്ടാവും. അതുപോലെ വലിയൊരു അപകടമായിരുന്നു അന്നവിടെ സംഭവിച്ചത്. കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രൂപമായിരുന്നു വണ്ടിയുടെ. അങ്ങനെ ആ വീട്ടുകാരും ആളുകളൊക്കെ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തോ ഈശ്വരൻ്റെ വലിയൊരു അനുഗ്രഹം എനിക്കുണ്ടായ ഒരു സമയമാണ്. ഒപ്പം തന്നെ വലിയൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു എനിക്കത്. അപ്പോൾ എന്നെപ്പോലുള്ള, അതല്ലെങ്കിൽ നമ്മൾ കെയർലെസ്സായിട്ട് നമ്മൾ സീരിയസ്നെസ് ഇല്ലാതെ കാണുന്ന പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു വലിയ പാഠമായിരുന്നു എനിക്ക് വണ്ടിയുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ ഒരു വലിയ അനുഭവം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളോട്, അതായത് എൻ്റെ ആ മൈൻഡിൽ ഇന്ന് വണ്ടി ഓടിച്ചു പോകുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട്, അനുജന്മാരോട്, അനുജത്തിമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, പകലായാലും രാത്രിയായാലും, നമ്മൾ വിചാരിക്കും പകലല്ലേ അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ ശരീരം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ക്ഷീണതയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയമൊന്നുമില്ല, നമ്മൾ ടയർഡാവും, നമുക്ക് അപകടം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും നമുക്ക് അത്തരത്തിലുള്ളൊരു ബ്രെയിൻ ടയർഡാണ്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നമ്മൾ വെറുതെ കണ്ണടച്ച് കിടക്കുക. ആ ഒരു ക്ഷീണം മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ടയർഡാവുന്നൊരു സമയമുണ്ട്, അതിൻ്റെ ഒരു റിലാക്സേഷൻ കിട്ടി